Morning all. Today we are going to learn 9th Standard Geography Chapter 3 ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് നദികളെ കുറിച്ചാണ്. നദികൾ, അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഇന്ന് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് മഹാനദി എന്ന് പറയുന്നത് എവിടെയാണ് അതിന്റെ ഉത്ഭവം, അതിന്റെ പ്രധാന പോഷക നദികൾ, നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാനദി. മഹാനദി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതില് എല്ലാ പ്രാവശ്യവും എല്ലാ ടെസ്റ്റുകൾക്കും ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ എങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാകും. ഒന്നുകിൽ അതിന്റെ പോഷക നദി, ഇല്ലെങ്കിൽ പോഷക നദികളുടെ പേര് തന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് നദിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. അപ്പൊ ഈ ഭാഗം നല്ല പോലെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മഹാനദി ഉത്ഭവം എന്ന് പറയുന്നത് റായ്പൂരിലെ സിഹാവ, അതായത് ഛത്തീസ്ഗഡിലാണ് മഹാനദിയുടെ ഉത്ഭവം. എവിടെയാണ് മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്? ഛത്തീസ്ഗഡിലാണ്. റായ്പൂരിലെ സിഹാവ അല്ലെങ്കിൽ ഛത്തീസ്ഗഡാണ് ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത്. ഈ മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഇബ് അല്ലെങ്കിൽ ടെൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇബ് അല്ലെങ്കിൽ വേറൊന്ന് ഏതാണ്? ടെൽ എന്ന് പറയും. അപ്പോൾ ഇബ്, ടെൽ ഇവ ഏത് നദിയുടെ പോഷക നദികളാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മഹാനദിയുടെ പോഷക നദികളാണ്. ഈ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഇതൊക്കെയാണ് നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഗോദാവരി. ഗോദാവരി നദി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉത്ഭവം. അപ്പൊ ഗോദാവരി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഗോദാവരി നദിയുടെ ഉത്ഭവം. ഇതിന്റെ പ്രധാന പോഷക നദികൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. അപ്പൊ ചിലപ്പോ ഇങ്ങനെ തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി ഇത് ഏത് നദിയുടെ പോഷക നദികളാണെന്ന് ചോദിച്ചാൽ ഏത് നദിയുടെയാണ്? ഗോദാവരി നദിയുടെയാണ്. ഓക്കെ, അപ്പോ ഇതിനെ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. അടുത്തത് കൃഷ്ണാനദി. കൃഷ്ണാനദി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിന്നാണ് ഉത്ഭവം. അപ്പോ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഏത് നദി? കൃഷ്ണാനദി എന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്ന് പറയുന്നത്. അപ്പോൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്ന് പറയുന്ന നദികൾ, അതായത് പ്രധാന പോഷക നദികൾ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയുടെയാണ്. ഇത് എവിടെയാണ്? ഈ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. അടുത്തത് കാവേരി നദിയാണ്. കാവേരി നദി എന്ന് പറയുന്നത് ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി കുന്നുകളാണ്. എവിടെയുള്ളതാണ്? കർണാടക. എവിടെയാണ്? ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകത്തിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഇത് മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ കാവേരി നദിയുടെ പോഷക നദികൾ ചിലപ്പോൾ ഇങ്ങനെ തരാം: കബനി, ഭവാനി, അമരാവതി. ഈ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണെന്ന് ചോദിച്ചാൽ കാവേരി നദിയുടെയാണ്. കാവേരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കബനി, ഭവാനി, അമരാവതി. ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി. നല്ലപോലെ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകം, തമിഴ്നാട്, കേരളം. അപ്പോൾ കബനി, ഭവാനി, അമരാവതി ഇതൊക്കെ എവിടെയാണ്? കർണാടകം, തമിഴ്നാട്, കേരളം. അപ്പൊ ഏതൊക്കെ നദികളാണ് നമ്മൾ പഠിച്ചത്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദിയുടെ പോഷക നദികൾ ഇബ്, ടെൽ. അതുപോലെ ഗോദാവരിയുടെ പോഷക നദികൾ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയുടെ പോഷക നദി തുംഗഭദ്ര, ഭീമ, കൊയ്ന. അടുത്തത് കാവേരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി.
അപ്പോൾ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ ഉപദ്വീപീയ നദികളെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്, ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്, ഉപദ്വീപീയ പീഠഭൂമി ഏതൊക്കെയാണ് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ നോക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ അടുത്തത് ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏത് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് ഓർത്തു വെക്കുക. ഏതാണ്? ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? 1465 കിലോമീറ്റർ നീളവും അതുപോലെ തന്നെ 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ, ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഗോദാവരി നദിയെയാണ് ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നത്. അതുപോലെ കൃഷ്ണ, കാവേരി നദികളാണ് വലിപ്പത്തിൽ 2, 3 സ്ഥാനത്ത്. അപ്പോൾ വലിപ്പത്തിൽ 2, 3 സ്ഥാനത്തുള്ള നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി നദികളാണ് വലിപ്പത്തിൽ 2, 3 സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയായി കണക്കാക്കുന്നത് ഏതാണ്? നമ്മുടെ ഗോദാവരിയാണ്. ഇതിനെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗോദാവരിയാണ്. 2, 3 സ്ഥാനത്ത് നിൽക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്ത് നോക്കുന്നത് കാവേരി നദീജല തർക്കം. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതായത് കർണാടക, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നമുക്കറിയാവുന്ന കാര്യമാണല്ലേ, ബന്ധപ്പെട്ട് ഒരുപാട് കാലമായിട്ട് എന്താണ് അത് ആ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധു ആക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും നിലപാടെടുത്തു. അപ്പോൾ ഈ പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിക്കുകയും 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം കർണാടകത്തിനും അതുപോലെ 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരിക്കും കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. അതായത് 1 TMC എന്ന് പറയുന്നത് 1000 ദശലക്ഷം ക്യൂബിക് അടി എന്നാണ്. തർക്കം ഇനിയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ കോടതിയുടെ പരിഗണനയിലുമാണ്. അപ്പോൾ ഇതിന്റെ ഒരു തർക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓർത്തു വെക്കുക. അത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അത് നമുക്ക് ആവശ്യമുള്ള കേസല്ല. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ എന്താണ്? കാലിക സ്വഭാവമുള്ളവയാണ് ഈ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അതായത് വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അപ്പോൾ കാലിക സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഉപദ്വീപീയ നദികൾ ഏത് സ്വഭാവമുള്ളതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളതാണ് ഉപദ്വീപീയ നദികൾ. ഇത് കാരണം എന്താണ്? വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നീരൊഴുക്ക് എന്ത് ചെയ്യും? കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് കാലിക സ്വഭാവം എന്ന് ഉപദ്വീപീയ നദിയെ പറയുന്നതെന്ന് ഓർത്തുവെക്കുക. അടുത്തത് വറ്റാതെ കാവേരി. അതായത് ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ എങ്ങനെയാണ് നീരൊഴുക്കിൽ കാര്യമായ കുറവ് ഉണ്ടാകത്തതിനുള്ള കാരണം എന്താണെന്നാണ്. അതായത് ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ ഉണ്ടാകാറില്ല എന്നാണ്. കാരണം എന്താണ്? ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും കിട്ടും. ശൈത്യകാലമാകുമ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് ഓർത്തുവെക്കുക. അടുത്തത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറെ ചരിവിലാണ് ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ
ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും മധ്യ ഉന്നത തടത്തിലെ പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നർമ്മദ താപ്തി എന്ന് പറയുന്നത് എവിടെയാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ മധ്യ ഉന്നത തടത്തിലാണ് ഉത്ഭവിക്കുന്നത് എന്ന് ഓർത്തു വെക്കണം. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത് ചെങ്കുത്തായ താഴ്വരയും അതുപോലെ ജബൽപൂരിന് സമീപത്തുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പോൾ ഈ നർമ്മദാ നദികളിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത് ചെങ്കുത്തായ താഴ്വരയാണ് കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടം. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ദുവാൻദാർ വെള്ളച്ചാട്ടം എവിടെയാണ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതികളും നർമ്മദാ നദിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഓർത്തുവെക്കുക. അതുപോലെ അപ്പൊ ഇതൊക്കെയാണ് നർമ്മദാ നദിയുടെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദുവാൻദാർ വെള്ളച്ചാട്ടം. ഓക്കെ. അപ്പോൾ നർമ്മദാ നദി എവിടെയാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അമർകണ്ടക് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. അവിടെ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. എവിടെയാണ് നർമ്മദാ നദിയുടെ ഉത്ഭവ സ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അമർകണ്ടക് എവിടെയാണ്? മധ്യപ്രദേശാണ്. നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിരൺ, ബഞ്ചാർ. ഏതൊക്കെയാണ്? ഹിരൺ, ബഞ്ചാർ. ഇതിനെ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അടുത്തത് താപ്തി. താപ്തിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മുൾത്തായ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ എവിടെയാണ്? മധ്യപ്രദേശിലെ മുൾത്തായ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് പൂർണ, ഗർന. അപ്പൊ നർമ്മദയുടെ പോഷക നദികൾ ഹിരൺ, ബഞ്ചാർ. താപ്തിയുടെ പോഷക നദികൾ എന്നറിയപ്പെടുന്നത് പൂർണ, ഗർന എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇതിനെ ഉൾക്കൊള്ളുന്ന, അതായത് പൂർണയും ഗർനയും ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത് ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് എന്തിനുള്ളതാണെന്ന് നമുക്ക് നോക്കാം. അതായത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നർമ്മദാ നദിയിൽ വലിയ ജലസേചനങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധ മാർഗം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് ഓർത്തുവെക്കുക. ഇത് ഗുജറാത്തിലെ ഏതാണ്? സർദാർ സരോവർ എന്ന് പറയുന്ന അണക്കെട്ടും നർമ്മദ അണക്കെട്ടും തമ്മിലുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് ഈ പ്രക്ഷോഭം ആരംഭിക്കാൻ ഉണ്ടായ കാരണം. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും എന്ത് ചെയ്തു? ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെക്കാൻ ആയതും അതുപോലെ ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതായത് ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ഒരു ജനകീയ പ്രതിരോധ ആയിരുന്നു ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഏത് നദിയിലാണ്? നർമ്മദാ നദിയിലെത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു ജനകീയ പ്രതിരോധ മാർഗം രൂപം കൊണ്ടത്. ഓക്കെ. അപ്പോൾ അടുത്തത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? അതായത് മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച വടക്കോട്ടൊഴുകി യമുനാ നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു ചേരുന്ന പ്രധാന നദികളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാണ് ചമ്പൽ എന്ന് പറയുന്ന നദി. അതായത് ഈ നദികളെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ചമ്പൽ നദിയും പോഷക നദികളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് എന്താണ് ചമ്പൽ റവൈനുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. ഇതിനെയാണ് റവൈനുകൾ എന്ന് അറിയപ്പെടുന്നത്.
ഇത് നിഷ്ഫല ഭൂപ്രകൃതി അല്ലെങ്കിൽ ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് റവൈനുകൾ എന്ന് ചോദിക്കാം. അതായത് മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളെ ആണ് എന്തറിയപ്പെടുന്നത്? റവൈൻഡ് റിവേഴ്സ് അല്ലെ റാവിനസ് എന്ന് അറിയപ്പെടുന്നത്. റവൈൻസ് എന്താണ്? റവൈനുകൾ എന്ന് ഓർത്തുവെക്കുക. ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഓക്കെ, ഇതെന്താണ്? നിഷ്ഫല ഭൂപ്രകൃതി എന്ന് റവൈനുകളെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് ജലഗതാഗത യോഗ്യം ഉള്ളതായിരിക്കില്ല. കാരണം എന്താണ്? ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ